സ്വകാര്യ ആശുപത്രികളുടെ അമിത മുറിവാടകയും കൊള്ള ലാഭവും നിയന്ത്രിക്കാൻ കടുത്ത നടപടികളിലേക്ക് കടന്ന് കേന്ദ്ര കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ സ്വകാര്യ ആശുപത്രികളിലെ മുറിവാടക നിയന്ത്രിക്കുന്നതിനായി മന്ത്രാലയത്തിന്റെ പ്രത്യേക സമിതി നിർണായക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. മെട്രോ നഗരങ്ങളിലെ ആശുപത്രി മുറികൾക്ക് പ്രദേശത്തെ 3 സ്റ്റാർ ഹോട്ടലുകളേക്കാൾ കുറഞ്ഞ നിരക്ക് മാത്രമേ ഈടാക്കാവൂ എന്നാണ് സമിതിയുടെ പ്രധാന ശുപാർശ. ആദ്യഘട്ടത്തിൽ മെട്രോ നഗരങ്ങളെ കേന്ദ്രീകരിച്ചാണ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരുന്നതെങ്കിലും വൈകാതെ തന്നെ രാജ്യത്തെ മറ്റു നഗരങ്ങളിലെയും ചെറുപട്ടണങ്ങളിലെയും സ്വകാര്യ ആശുപത്രി നിരക്കുകൾ നിയന്ത്രിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സമിതി സമർപ്പിക്കും. നിലവിൽ രാജ്യത്തെ വൻകിട സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്ന മുറിവാടക 3 സ്റ്റാർ ഹോട്ടലുകളിലെ വാടകയേക്കാൾ എത്രയോ ശതമാനം കൂടുതലാണെന്ന് സമിതിയുടെ പഠനത്തിൽ കണ്ടെത്തി. പ്രമുഖ ആശുപത്രിയായ മാക്സ് നാനാവതിയിൽ ഒരു ദിവസം മുറിവാടകയായി 6000 രൂപ മുതൽ 12000 രൂപ വരെയാണ് ഈടാക്കുന്നത്. എന്നാൽ ഈ പ്രദേശത്തുള്ള 3 സ്റ്റാർ ഹോട്ടലുകൾക്ക് 2500 രൂപ മുതൽ 3500 രൂപ വരെ മാത്രമാണ് പ്രതിദിന വാടക. സാകേതിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിൽ മുറിവാടക 7000 രൂപ മുതൽ 11500 രൂപ വരെ ഉയരുമ്പോൾ തൊട്ടടുത്തുള്ള 3 സ്റ്റാർ ഹോട്ടലുകളിൽ 2100 രൂപ മുതൽ 3500 രൂപ വരെ മാത്രമാണ് നിരക്ക്. കട്ടിലും അടിസ്ഥാന സൗകര്യങ്ങളും മാത്രം നൽകുന്ന ആശുപത്രി മുറികൾക്ക് ഒരു ഹോട്ടൽ നൽകുന്ന സേവനങ്ങളെക്കാൾ 4 ഇരട്ടി വരെ വാടക വാങ്ങുന്നത് സാധാരണക്കാരായ രോഗികളെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. ആശുപത്രി മുറികളുടെ വാടക ഹോട്ടൽ നിരക്കിനേക്കാൾ കുറയ്ക്കണമെന്ന് നിർദ്ദേശിക്കുമ്പോഴും ചികിത്സാ സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ പ്രത്യേക വ്യവസ്ഥകളും സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട്. മുറിവാടകയ്ക്ക് പുറമെ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഫീസും നഴ്സിംഗ് ചാർജുകളും രോഗികളിൽ നിന്ന് പ്രത്യേകം ഈടാക്കാൻ ആശുപത്രികൾക്ക് അനുമതിയുണ്ടാകും. രാജ്യത്ത് സർക്കാർ ആശുപത്രികളിലെയും സ്വകാര്യ ആശുപത്രികളിലെയും ചികിത്സാ ചെലവുകൾ തമ്മിൽ വൻതോതിലുള്ള അന്തരം നിലനിൽക്കുന്നുണ്ടെന്ന് കേന്ദ്ര സമിതി ചൂണ്ടിക്കാട്ടി. ഇൻഷുറൻസ് പരിരക്ഷയുള്ള രോഗികൾ പോലും സ്വകാര്യ ആശുപത്രികളിലെ അമിത വാടക കാരണം കടുത്ത സാമ്പത്തിക ബാധ്യത നേരിടേണ്ടി വരുന്നുണ്ട്. കേന്ദ്ര കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഈ പുതിയ നീക്കം യാഥാർത്ഥ്യമാക്കുന്നതോടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് രോഗികൾക്ക് വലിയ ആശ്വാസമാകുമെന്നാണ് കരുതപ്പെടുന്നത്. സമഗ്രമായ നിരക്ക് നിയന്ത്രണ ചട്ടക്കൂട് ഉടൻ തന്നെ സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയേക്കും.